കെ ഫിറോസ് മുസ്ലിം ലീഗ് നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. ഫിറോസ്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രി ശരിയാവണ്ണം അന്വേഷിക്കുമെന്ന് തനിക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇന്നലെ PV അൻവർ MLA പറഞ്ഞത്. ഇന്ന് നോക്കൂ, ഈ മരമുറി അടക്കമുള്ള കാര്യങ്ങൾക്കകത്ത് ആരോപണ വിധേയരായ ആളുകളെ രക്ഷിച്ചെടുക്കാൻ ഒരു സിസ്റ്റം മുഴുവൻ പ്രവർത്തിക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തൊട്ടടുത്ത വീട്ടുകാരിയോട് പോയിട്ട് ഇത് മുൻ SP യുടെ കാലത്തുണ്ടായിരുന്നതാണ് എന്ന് എഴുതി വാങ്ങിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിന് പലതരത്തിലുള്ള പോലീസുകാർ അതിൽ പങ്കാളികളാവുന്നു. എന്ന് വെച്ചാൽ അന്വേഷണം നേരായ വഴിക്ക് നടക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ച് നമ്മളിങ്ങനെ നിഷ്കളങ്കരായി പുറത്തിരിക്കണം എന്നാണോ? അല്ല, ഇതെല്ലാം അട്ടിമറിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ടല്ലോ. ഇത് ഈ മരമുറിയുടെ കേസിൽ മാത്രമല്ല, മരമുറിയൊക്കെ ഇതിനകത്ത് ഏറ്റവും ചെറിയ കാര്യമല്ലേ. അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആരോപണമാണല്ലോ ഇപ്പോൾ പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഏറ്റവും ചെറിയ നിസ്സാര കാര്യം എന്ന് തോന്നിക്കാവുന്ന, അല്ലെങ്കിൽ താരതമ്യേന മറ്റാരോപണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ കുറ്റം എന്ന് തോന്നിക്കാവുന്ന ഈ മരമുറി കേസിൽ പോലും അട്ടിമറിക്കപ്പെടാൻ ഇത്രയേറെ ഇടപെടൽ നടത്താൻ ഈ പോലീസ് സേനയിലെ മറ്റുള്ളവർക്ക് സാധിക്കുമെങ്കിൽ ഈ ഗുരുതരമായ ആരോപണങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഇത് ഇപ്പോൾ അൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ കണ്ടതോടുകൂടി ഇതെല്ലാം അവസാനിച്ചു പോകും എന്നതിന്റെ സൂചനകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഒത്തുതീർപ്പായാലോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങളിൽ നിന്ന് പിന്മാറിയാലോ ഈ കേസ് അവസാനിക്കാൻ പാടില്ല എന്നുള്ളതും, ഈ ഉയർന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് സത്യസന്ധവും നീതിപൂർവമായ അന്വേഷണം നടക്കുകയും ചെയ്യാന്നുള്ളത് എല്ലാവരുടെയും ഒരു താല്പര്യമാണ്. അപ്പൊ അത് നടപ്പിലാക്കാൻ ആവശ്യമായ നിയമപരമായ നടപടികളെ കുറിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.